ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മൾ ദേ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സദ്യയുടെ അടുത്തായിട്ടുള്ള എരിശ്ശേരിയാണ്. വെൽക്കം ടു മൈ ചാനൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മത്തങ്ങ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് വൻപയറാണ്. നമ്മൾ തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടതായിരുന്നു. തലേദിവസം വെള്ളത്തിലിടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 1-2 മണിക്കൂർ ഇട്ടാലും മതിയാവും. ഇത് നമുക്ക് ഒന്ന് കുക്കറിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പീരയാണ്. പിന്നെ അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, പിന്നെ ഒരു പച്ചമുളക്. ഇത് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പീര കൂടെ ആവശ്യമുണ്ട്. ഇത് നമ്മൾ വറുത്താനിടുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങാപ്പീര. പിന്നീട് വേണ്ടത് കുറച്ച് വേപ്പില, കടുക്, പിന്നെ അതുപോലെ വറ്റൽമുളക് അതുകൂടിയാണ് നമുക്ക് വേണ്ടത്. പിന്നീട് നമുക്ക് ഇതിലിടുന്നതിന് ആവശ്യമായിട്ടുള്ള പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇനി ആദ്യം തന്നെ നമുക്ക് മത്തങ്ങ വേവിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ആ പാത്രത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് മത്തങ്ങ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലിടാനുള്ള അരപ്പ് റെഡിയാക്കാം. ഇത് നമ്മൾ തേങ്ങാപ്പീരയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അരച്ചതാണ്. മത്തങ്ങ ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഷടപടയെന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോഴത്തേക്കും തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതായത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അടപ്പ് ഓഫ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ ആ മത്തങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പീരയും അത് നമുക്കിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ തേങ്ങാപ്പീരയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മത്തങ്ങ എരിശ്ശേരിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റം കൂടിയാണ് ഈ എരിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സദ്യയുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.